നോട്ട് ദ പോയിന്റ്, സിംഗിൾ ആണ്. You want to mention his name? നോ, ബിക്കോസ് എനിക്ക് അതിനുശേഷം പുള്ളിക്കാരനായിട്ട് ക്ലാഷ് വന്നിട്ടുണ്ട്. ഹി വാസ് ദേർ ഇൻ ഏഷ്യാനെറ്റ്. ഞാൻ ഒന്ന് കോൺഷ്യസ് ആയിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാണ്ടിരിക്കായിരുന്നു. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ അതാ പറയാം, അമ്മ ആ കമന്റ്സ് വായിക്കുമ്പോൾ ഷീസ് ഗെറ്റിംഗ് ഹേർട്ട്. പെട്ടുപോയ ആൾക്കാരായതുകൊണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടാൻ ഭയങ്കര ഈസിയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു Chiltul Talks. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള എക്സ് PGP കണ്ടസ്റ്റന്റ് ആൻഡ് ഇന്റർനാഷണൽ DJ അലക്സാൻഡ്ര ജോൺസൺ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഇന്റർനാഷണൽ ഡീജെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ലൈക്ക് ഇത് ഫോറിനർ ആണ് ബേസിക്. No, for us you are international. ഞാൻ ദുബായിൽ വരുമ്പോൾ ഞാൻ ഇന്റർനാഷണൽ ഡീജെ ആണ്. ദുബായ് മാത്രല്ല, you played in Yeah, I played in Georgia, London, yeah. സോ അലിസ്ട്രേഡ, ഹൗ ഇസ് യുവർ ലൈഫ് അപ്ഡേറ്റ്? റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് കൊടുക്കും. ലൈഫ് അപ്ഡേറ്റ് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? ഐ എം വെരി ഹാപ്പി. ബിക്കം സോ ചബി ബിക്കോസ് ഐ എം ആക്ച്വലി ഹാപ്പി. എന്താ ഇപ്പോൾ ദുബായിൽ ഞാൻ വർക്കിന് വന്നായിരുന്നു. ഐ ഹാഡ് എ ഇവന്റ് ദുബായിൽ ക്ലബിൽ ഷോ ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നാട്ടിലാണുള്ളത്. ആൻഡ് എന്ത് പണ്ടത്തെ പോലെ തന്നെ സിംഗിൾ ആയിട്ട് ചില്ല് ചെയ്ത് അങ്ങനെ പോകുന്നു. സിംഗിൾ ലൈഫിനെ പറ്റി nothing new. There's nothing new. നോട്ട് ദ പോയിന്റ്, സിംഗിൾ ആണ്. ഓക്കെ, ഹലോ, ഇത് പറയുന്നുണ്ട് മിനിമം 4 വർഷമായിട്ട് ഇതേ കാര്യം ഞാൻ ഇന്റർവ്യൂ പറയുന്നുണ്ട്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ വയസ്സായില്ലേ, ഇനി ആരും പറയാൻ ചാൻസ് ഇല്ല. ഏജ് ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഉണ്ട്. വെരി പ്രിറ്റി. അതെ, you look very pretty. കേൾക്കാൻ സുഖമുണ്ടെന്ന്. സോ ആദ്യം ഏവിയേഷൻ ഫീൽഡിലായിരുന്നു, പിന്നെ എങ്ങനെയായിരുന്നു സ്വിച്ച് ടു DJ, പിന്നെ ബിഗ് ബോസിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു? സ്വിച്ച് ചെയ്യുന്നത് ബിഗ് ബോസ് കിട്ടിയോണ്ട് കേട്ടോ. അല്ലാണ്ട് ഐ വാസ് ആക്ച്വലി വെയിറ്റിംഗ് ഫോർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലൈക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എയർ ഹോസ്റ്റസ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ഒരു ഗ്ലാമറസ് ജോബാണ്. നല്ല സാലറി ഉണ്ടായിരുന്നു. ഞാൻ സമയത്ത് ലീഡായിരുന്നു, ലൈക്ക് സീനിയർ ക്രൂ ആയിരുന്നു. ഏതാ ഏവിയേഷൻ? എയർലൈൻസ്, ഇൻഡിഗോല. അപ്പൊ ആ പൊസിഷനിൽ നിൽക്കുകയാണ്. അപ്പം എനിക്ക് അതിന് വേർത്ത് ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് വേണമായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ രണ്ടാമത്തെ സീസണൊക്കെ എല്ലാം ആയിട്ടുള്ളൂ. അപ്പൊ കുറച്ച് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ബിഗ് ബോസിനൊക്കെ റിയാലിറ്റി ഷോനെ കുറിച്ച്. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ കോൾ വന്നപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഒന്നും നോക്കുന്നില്ല എന്നുള്ള സീനിൽ റിസൈൻ ചെയ്യാൻ ഒരു കാരണം കാത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു എനിക്ക് കറക്റ്റ് ആ ടൈമിൽ ബിഗ് ബോസ് വരുന്നത്. ബിഗ് ബോസിലെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് പറയാനാന്ന്, ലൈക്ക് അതെങ്ങനെയാണ് എഫക്ട് ചെയ്തത്? പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ? രണ്ടും ഉണ്ട് കേട്ടോ. നെഗറ്റീവ് ആയിട്ടുണ്ട്, പോസിറ്റീവ് ആയിട്ടുണ്ട്. പക്ഷെ ഈ നെഗറ്റീവ് നമ്മൾ കൂടുതൽ കാണുന്നത് നമ്മുടെ കമന്റ്സിലോ അല്ലെങ്കിൽ മെസ്സേജസിൽ ഇൻസൈഡ് ദ ഹൗസ് വീട്ടിലുള്ള സമയത്താണ് അങ്ങനെ നെഗറ്റീവ് മെസ്സേജസും കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ ഇത് കാണുന്നത്. ആർക്ക് സമയം എടുത്ത് മുഴുവൻ കുത്തിരുന്ന് വായിക്കാൻ ഫ്രഷ്ലി വരുമ്പോൾ നമുക്ക് അത് കാണാന്നല്ലാണ്ട്. അപ്പൊ ഞാനൊരു പട്ടുഷോട്ടൊക്കെ ഇട്ടില്ല, ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഇട്ടിട്ടാ പോയത്. ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് 10K ഫോളോവേഴ്സും ഒരു 100 ഒരു കുറച്ചൊരു ലൈക്കും ഒരു 10 കമന്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തിരിച്ചു വരുമ്പോൾ അതിനടിയിൽ മിനിമം ഒരു 1000 കമന്റ് ഉണ്ട്. അതോ അതില് നല്ല കമന്റ് അല്ല, മൊത്തം മറ്റേ തെറിവിളി അബ്യൂസിങ്. ഐ വാസ് ലൈക്ക് ഐ ഡോണ്ട് കെയർ. എനിക്ക് സമയമൊന്നുമില്ല ഇത് കാണാൻ. ഇത് കഷ്ടം. ഞാൻ എനിക്ക് അവരത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ദേഷ്യത്തോടെ എന്നെ തെറി വിളിക്കാൻ വന്ന് അവിടെ വിളിച്ചിട്ട് പോയി. ഞാൻ തിരിച്ചു വന്ന് കാണുന്ന സമയത്ത് ഐ എം ലൈക്ക് നോട്ട് ഇവൻ ബോതേർഡ്. ഓക്കെ, ഐ ഫീൽ സാഡ് ഫോർ ദം. അവർ അത്ര ടൈം ഒക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു പോസിറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പ്രെഡിങ് സം പോസിറ്റിവിറ്റി നമുക്ക് പറയും. ഇത് നെഗറ്റിവിറ്റി വേണ്ടിയിട്ട് ദേ ആർ സോ ടോക്സിക്. ഇപ്പൊ എനിക്കുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട് യൂട്യൂബില്. അല്ലെങ്കിൽ എന്താ പറയാ, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ വീഡിയോസ് ഉണ്ടാവും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്ക്രോൾ ചെയ്യാ പോവാ. അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ബ്ലോക്ക് ദം, ബ്ലോക്ക് ഇറ്റ്. അല്ലാണ്ട് നമ്മൾ പോയിട്ട് കുത്തിരുന്ന് താഴെ പോയി വി ഡോണ്ട് ഡു ദാറ്റ് ബിക്കോസ് ഐ ഫീൽ ദാറ്റ്സ് സോ സ്റ്റുപ്പിഡ്. ഓക്കെ, പണിയില്ലാത്ത ആൾക്കാർ, പണിയില്ലാത്തതും ഐ തിങ്ക് അത്രയ്ക്കും എന്താ പറയുക ഡെസ്പറേറ്റ് ആയിട്ടുള്ള അറ്റൻഷൻ സീക്കിംഗ് ഉള്ള ആൾക്കാരാണ്. യുനോ ദേ നീഡ് എവിടെയെങ്കിലും ഒരു വാലിഡേഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ആ കമന്റ് ഇടുമ്പോൾ രണ്ടാൾക്കൊന്ന് ലൈക്ക് ചെയ്യും. They are like they want that. ആ ഒരു അറ്റൻഷന് വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. They are so lonely in their life. സോഷ്യൽ മീഡിയ, സോറി ടു ബ്രേക്ക് യു ഔട്ട്, സോഷ്യൽ മീഡിയ അബ്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മീഡിയ അബ്യൂസ് എക്സ്ട്രീം ലെവലിൽ പോയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ക്യാൻ യു ഷെയർ വിത്ത് us? എന്റെ കേസിലാണോ? യെസ്. ഞാൻ പറയേ ഐ ഡോണ്ട് കെയർ ആക്ച്വലി. പക്ഷേ എന്താ വെച്ചാൽ എൻ്റെ അമ്മ, ഞാൻ ബിഗ് ബോസ് സമയത്ത് എൻ്റെ അമ്മ ആക്ച്വലി കുത്തിയിരുന്ന് എല്ലാ യൂട്യൂബിൻ്റെ വീഡിയോസും അല്ലെങ്കിൽ മെയിനായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ പിന്നെയും കുഴപ്പമില്ല. ഈ ഓൺലൈൻ മീഡിയക്കാർ നമ്മുടെ എന്താ പറയുക ഫോട്ടോ വെച്ചിട്ടുള്ള ന്യൂസ് അങ്ങനത്തെ ഒക്കെ ഇടില്ല ഇവർ അവരുടെ പേജിൽ. അപ്പോൾ ഇതിന് താഴെ ഫേസ്ബുക്കിലൊക്കെ അറിയാലോ, ഇൻസ്റ്റാഗ്രാമിനെക്കാളും കഷ്ടമായതുകൊണ്ട് നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്താൽ മതി അതിനകത്ത് വരുന്ന കമന്റ്സ്. അത്രയ്ക്കും വൾഗറായിട്ടുള്ള കമന്റ്സ് ഒക്കെ ആയിരിക്കും. എൻ്റെ അമ്മ കുത്തിരുന്ന് എല്ലാം വയ്ക്കും. ഷീ ഈസ് റീഡിങ്. How was the family support?
അത് സപ്പോർട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. മോളായി പോയില്ലേ? മോളായി പോയില്ലേ, ഇപ്പൊ അവരും കൂടെ സപ്പോർട്ട് ചെയ്തില്ലേ പിന്നെ ആരും സപ്പോർട്ട് ചെയ്യാനാ. ആൻഡ് ദേ ആർ ദ ബിഗ്ഗസ്റ്റ് പില്ലർ ഓഫ് മൈ ലൈഫ്. ഓക്കെ, സോ എന്റെ ലൈഫിൽ എന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാലും എന്റെ പാരന്റ്സ് ആണ്. ബിക്കോസ് അവര് എനിക്ക് വേണ്ടി നിന്ന പോലെ അല്ലെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെയൊക്കെ വേറെ ആരും ഐ ഡോണ്ട് തിങ്ക് സോ ആരും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് എനിക്കതിൽ കുറച്ച് കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് വെൻ ഐ കെയിം ബാക്ക്, അപ്പൊ ഐ തോട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിങ്ക് ചെയ്യണമായിരുന്നു. ലൈക്ക് ഫാമിലി കാണുന്നുണ്ടല്ലോ, ആ സീനൊക്കെ അവരെ കുറിച്ച് ഞാൻ കുറച്ചൊന്ന് കൺസേൺ ആയിരിക്കണമായിരുന്നു എന്ന് എനിക്ക് കുറ്റബോധം തിരിച്ച് വന്നപ്പോഴാണ്. ബിക്കോസ് ദേ ഓൾസോ ഇപ്പൊ ഞാനവിടെ കാണിക്കുന്നതിനാണെങ്കിലും അതിന്റെ പേരിൽ അവർക്ക് അവരുടെ ഫ്രണ്ട്സിന്റെയോ ലൈക്ക് ഫാമിലി ഗ്രൂപ്പിന് മുമ്പിലൊക്കെ ആണെങ്കിലും കൊമന്റ്സ് അങ്ങനെ എന്തൊക്കെ വരുന്നുണ്ടായിരുന്നു. ദേ സീയിങ് ഇറ്റ് ഓൾസോ. ഓക്കെ, ഇല്ല ഇവര് വിളിക്കൂലോ, അവര് വിളിച്ചിട്ട് അമ്മയോട് അച്ഛനൊക്കെ ചോദിക്കുമല്ലോ. ഒബിയസ്ലി നമുക്ക് അറിയുന്ന ആൾക്കാരാകുമ്പോൾ കുടുംബക്കാരെന്നല്ല, ലൈക്ക് അങ്ങനെ കുറച്ച് റിലേറ്റീവ്സ് അത് പ്രശ്നമുള്ള കാര്യമില്ല. എന്റെ റിലേറ്റീവ്സിന് പ്രശ്നമൊന്നുമില്ല. അപ്പം അവരുടെ മുമ്പിൽ ഇവര് ആൻസറബിൾ ആയി വന്നല്ലോ. അത് എനിക്ക് തിരിച്ചു വന്ന് കേട്ടപ്പോൾ ഐ ഫെൽറ്റ് അത് കുറച്ച് വേണ്ടായിരുന്നു, കുറച്ചായി കൂടെ കൺട്രോൾ. ഞാൻ ഒന്ന് കോൺഷ്യസ് ആയിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യുനോ ദേ ആർ ദ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട്. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ അതാ പറയാം, അമ്മ ആ കമന്റ്സ് വായിക്കുമ്പോൾ ഷീസ് ഗെറ്റിംഗ് ഹേർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും അല്ലെങ്കിൽ എന്റെ ഫാമിലി ഒന്നും നോട്ട് യൂസ് ടു ദിസ് സോഷ്യൽ മീഡിയ അറ്റാക്കോ അല്ലെങ്കിൽ നമ്മൾ സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ട് വി ഹാവ് നോട്ട് സീൻ ഇങ്ങനത്തെ ഒരു സംഭവം അല്ലേ. അപ്പൊ അമ്മയ്ക്കത് ഭയങ്കര ന്യൂ ആണ്. അപ്പൊ അമ്മയ്ക്കത് അക്സെപ്റ്റ്, ഷീസ് റീഡിങ്, ഷീസ് ഫീലിംഗ് ബാഡ്. പക്ഷെ കുത്തിരുന്നെല്ലാം വായിക്കും. ഞാൻ പറഞ്ഞു പ്രാന്തുണ്ടോ, ഷീസ് വാച്ചിങ് ഓൾ വീഡിയോസ്, എവിടെ ഫേസ്ബുക്കിലും ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാം കുത്തിരുന്ന കമന്റ് വായിക്കും. ഞാൻ പറഞ്ഞു വേറെ വലിയ ബിക്കോസ് ദേ ആർ ലൈക്ക് അബ്യൂസിങ്. അതിനകത്ത് എന്നെ പറയുന്നത് പിന്നെയും കുഴപ്പമില്ല, എന്റെ ഫാമിലിനെ പറയുന്നുണ്ടാവും, എന്റെ അച്ഛനെ പറയുന്നുണ്ടാവും, എന്റെ അമ്മേനെ പറയുന്നുണ്ടാവും. ഈ പീപ്പിൾ ദേ ഡോണ്ട് ഈവൻ നോ ദം. എന്നിട്ട് അവരെ വന്ന് കമന്റ് ചെയ്യുന്നത് പാരന്റ്സിന്റെ അപ്ബ്രിങ്ങിങ്ങിനെ കുറിച്ചിട്ടും. ഐ ഡോണ്ട് ബ്ലെയിം, എന്റെ പാരന്റ്സ് അല്ല എന്റെ അപ്ബ്രിങ്ങിന്റെ മീൻസ് ഞാൻ എന്താണോ അതിന്റെ എന്താ പറയുക, അതിന്റെ കുറെ പോസിറ്റീവായിട്ട് എന്റെ ഭാഗങ്ങളുണ്ട്. അതിന്റെ ക്രെഡിറ്റ്സ് ആണ് എന്റെ പാരന്റ്സിന് കൊടുക്കുന്നത്. എന്റെ അത് അല്ലാത്തുള്ള ഹാബിറ്റ്സോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് വിച്ച് ഐ ഹാവ്, ഞാൻ സ്വന്തം ഉണ്ടാക്കിയ കാര്യങ്ങൾ. അത് ഞാൻ മേ ബി എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണോ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കി. അതിൽ ഐ ഡോണ്ട്, എന്റെ പാരന്റ്സിന് ആരും ഒരു ഇതുമില്ല. അവർ ഓൾവേസ് എന്താ പറയാ, എനിക്കുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് എന്റെ പാരന്റ്സിന് നിന്ന് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ടല്ലോ, അപ്പൊ പാരന്റ്സിന്റെ എന്നുള്ളത് അങ്ങനെ എല്ലാ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഈ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവ് രണ്ടും ഉണ്ട്. നമ്മൾ ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് പെട്ടുപോയ ആൾക്കാരായതുകൊണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടാൻ ഭയങ്കര ഈസിയാണ്. എല്ലാവർക്കും ഇനോ വീട്ടിൽ നിന്ന് കുറ്റം പറയാൻ എളുപ്പമാണല്ലോ. ഈ പറയുന്ന ആൾക്കാരൊക്കെ ബിഗ് ബോസ് പിടിച്ചിട്ട് നോക്ക്, എന്നെ നമ്മളൊക്കെ ഭേദം എന്നൊക്കെ പറയും. ഒരു ക്ലോസ് എൻവയോൺമെന്റിൽ. അപ്പൊ അവിടെ എല്ലാവരും ഇപ്പൊ പോയ കണ്ടസ്റ്റന്റ് ആയാലും അവരൊക്കെ പറയുന്നത് നമുക്ക് അവിടെ വേറൊരു മെന്റാലിറ്റി ആണ്. അതെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിന് വേറൊരു ലൈഫ് സ്റ്റൈലിലേക്കാണ് പോണത്. നമ്മുടെ കുറച്ച് കംഫർട്ട് സ്പേസ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ എനിക്കാണെങ്കിലും എന്താ പറയാ, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഐ ലിവ് അലോൺ. അപ്പം എൻ്റെ ഒരു കുറച്ച് ഫ്രീഡങ്ങളുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഫോണുണ്ട്, TV ഉണ്ട്, വി ക്യാൻ ഗോ ഔട്ട്, വി ക്യാൻ ചിൽ, വി ക്യാൻ ഡു എനിത്തിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കും, ചിലപ്പോൾ പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മളെ ഡീൽ ചെയ്യാൻ വേണ്ടി വിടുവാണ്. അപ്പൊ ഞാൻ കുറച്ച് അത്യാവശ്യം ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. എനിക്കത് വലിയ ഞാൻ വെക്കേഷൻ വൈബിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമ്മളിപ്പോ സീസൺ 2 ആയിരുന്നു അല്ലെ. അപ്പൊ പല സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈവൻ അതിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെ പറയുന്നത് ബിഗ് ബോസ് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണെന്ന്. യെസ്, സോ ഇറ്റ്സ് ലൈക്ക് ഹൗ ഇസ് യു പുട്ട്സ് ഓൺ ദാറ്റ്? ലൈക്ക് എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് എനിക്ക് അത്രയും കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ല എന്താ പറയാ സിനിമയിലൊക്കെ അഭിനയിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറിയേനെ. ബിക്കോസ് ഇഫ് യു ആർ ടെല്ലിങ് മീ ഞാൻ ആ കാണിച്ച മുഴുവൻ അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓസ്കാർ കൊടുക്കണം, ഐ വുഡ് സേ ദാറ്റ്. കാരണം അതുകൊണ്ടല്ല, എല്ലാവരും ആക്ടിങ് ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല, വേറെ വേറെ എന്താ പറയാ പ്രൊഫഷനിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് അതിനകത്ത്. സോ ഇറ്റ്സ് നോട്ട് ഈസി. ഇവർ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നത് നാളെയാണ്. ഓക്കെ, ഇത്രയും ക്യാമറാസ് ഉണ്ടല്ലോ, അതിനകത്ത് എല്ലാം എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് നാളെ നിങ്ങളെ കാണിക്കുന്നു. ഇമാജിൻ ഇത്രയും ആൾക്കാരെ വിളിച്ച് ഇത്രയും സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കണം, ഡയലോഗ് മീൻസ് കാണാപ്പാടം പഠിച്ച. ഓക്കെ, ഇവരെനിക്ക് സിറ്റുവേഷനിലെ തരുള്ളൂ, സ്ക്രിപ്റ്റിന് ഡയലോഗ് വരാൻ പറ്റില്ലല്ലോ, ഐ ഹാവ് ടു ഡെലിവർ ഇറ്റ് റൈറ്റ്. അപ്പൊ എനിക്ക് തോന്നില്ല എനിക്ക് അത്രയ്ക്കും വലിയ വിവരം ബുദ്ധിയൊക്കെ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ എന്താ പറയാ ഇങ്ങനെയൊക്കെ കൊണ്ട് ഇറ്റ്സ് ഇംപോസിബിൾ, യു കാൺ ഡു ഇറ്റ്. ഓക്കെ, അത് ഇത്രയും ആൾക്കാരുണ്ട്, എല്ലാവരും സെയിം മെന്റാലിറ്റി ഉള്ള ആൾക്കാരല്ലല്ലോ. ഇപ്പം ചില ആൾക്കാർ ഇല്ല എന്റെ എത്തിക്സിന് അത് സമ്മതിക്കില്ല, ഐ കാണ്ട് യുനോ ഐ ഡിഡ്ന്റ് സൈൻ ഫോർ ദിസ് എന്ന രീതിയിൽ പീപ്പിൾ റിയാക്ട്. ഇറ്റ്സ് നോട്ട് ഈസി. അങ്ങനെ ആൾക്കാരെ ഇല്ല അങ്ങനത്തെ ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ഇന്റർവ്യൂ എടുക്കുമ്പോഴേ അങ്ങനെ കൊണ്ടുവരണം.
നിങ്ങളുടെ ഒരു ഷോ നടക്കുന്ന സമയത്ത് ഫ്രം ദി മാനേജ്മെന്റ് ഓർ ഫ്രം ദ ബാക്ക് സൈഡേഴ്സ് ലൈക്ക് ദ വൺ ഹൂസ് റണ്ണിങ് ദ ഷോ ഈ പാർഷ്യാലിറ്റി ഉണ്ടായിട്ടുണ്ടോ ലൈക്ക് പ്രത്യേക കോntestantന് ഇങ്ങനെ പാർഷ്യാലിറ്റി എന്നല്ല, എനിക്ക് ഫേവറിസം ആക്ച്വലി ഞാൻ എൻ്റെ കാര്യം പറയാം. വാട്ട് ഐ ഫെൽറ്റ്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം, ബിക്കോസ് എനിക്കത് ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് ഐ വാസ് ആക്ച്വലി കുറച്ചിങ്ങനെ ചോദിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് സഡൻ വ്യക്തി അതിനകത്തുള്ള അയാൾ, എനിക്ക് തോന്നുന്നു, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അനാവശ്യമായിട്ട് അങ്ങനെ സംസാരിക്കാൻ നിൽക്കില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ. എൻ്റെ തലയിൽ കയറി ഡാൻസ് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വലിയ താല്പര്യം ഇല്ല. താല്പര്യമുള്ള ആൾക്കാർ കയറി ഇന്നോട്ട് കുഴപ്പമില്ല, ഇല്ലാത്ത ആൾക്കാരെ ഞാൻ കേട്ടില്ല. സോ ഇറ്റ് വാസ് പ്രിറ്റി ഇറിറ്റേറ്റിംഗ് കൈൻഡ് ഓഫ് പേഴ്സൺ ആയിരുന്നു. അപ്പം എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ബട്ട് യു ക്യാൻ ഫീൽ ലൈക്ക് കുറച്ച് ഒരു കുഞ്ഞുകോഴി ടൈപ്പ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കയറ്റി വിട്ടപ്പോൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹപ്രകാരം ഞാൻ വിചാരിക്കുന്നത് കുറച്ചൊക്കെ നമ്മൾ വൃത്തിയെ കാണിക്കുന്നുള്ളത്. പിന്നെ എനിക്ക് മനസ്സിലായത് എന്നെ അത്രയ്ക്കും അങ്ങനെ കാണിക്കാൻ ഏറ്റവും കൂടുതൽ മീൻസ് അതിന്റെ ഒരു ഭാഗം വഹിച്ചത് ആ വ്യക്തിയാന്നുള്ള ഒരു ന്യൂസ് അല്ല, that's how it is. ഞാൻ കേട്ടു പുള്ളിക്കാരൻ. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ദുഷ്ടൻ അങ്ങനെ ചെയ്യുന്നത്. So I felt like he has a personal interest to like, you want to mention his name? No. Because എനിക്ക് അതിനുശേഷം പുള്ളിക്കാരനായിട്ട് ക്ലാഷ് വന്നിട്ടുണ്ട്. Is he still on the Big Boss house or he? എനിക്കറിയത്തില്ല, ഞാൻ പറയാം കോണ്ടാക്ട് ഇല്ല. He was there in Asianet. അപ്പം എനിക്ക് പറയാം അനാവശ്യമായിട്ട് ചൊറിയുന്ന ടീംസ് ഉണ്ടല്ലോ, അൺനെസസറി വെറുതെ ചൊറിയാൻ വേണ്ടി ചൊറിയുന്ന ടൈപ്പ് ഓഫ് ലൈക്ക് ദ പ്രൊവോക്കിംഗ്. ഷോ പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരത് ഇടുന്നേ. ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്ന ഞങ്ങൾക്ക് മണ്ടന്മാരെ കുത്തിരി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇവരത് കേട്ടിട്ട് അവരത് പിന്നെ ഇതിന് ഓപ്പോസിറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ അവര് മീൻസ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ടാസ്ക് കൊടുക്കുന്നതിന്റെയൊക്കെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നെക്സ്റ്റ് ഡേ ഇങ്ങനെ കൊടുക്കാന്നോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്രീവിയസ് ഡേ കേൾക്കുമ്പോൾ ഇവർക്ക് തന്നെ ഐഡിയ കിട്ടിക്കോളും ഞങ്ങളുടെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ. സോ ദേ വിൽ ലൈക്ക് അപ്പൊ തന്നെ ചിലപ്പം വേറെ സാധനം പ്ലാൻ ചെയ്യും. കാരണം ഇപ്പൊ ഇട്ടാൽ അത് ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇവർക്കറിയാലോ ആരൊക്കെ തമ്മിലാണ് ക്ലാഷ് ഉള്ളത്, അങ്ങനത്തെ ഒക്കെ. സോ ഇറ്റ്സ് ലൈക്ക് എ മൈൻഡ് ഗെയിം. അവരവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ലൈക്ക് ആക്ച്വലി നമ്മളെ കൊണ്ട് നമ്മളാണ് അല്ല, അവരാണ് ആക്ച്വലി നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഓരോ കണ്ടസ്റ്റന്റിനും ഒരാള് ബാക്കിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മോണിറ്റർ ചെയ്യാൻ അങ്ങനെ ഒരാളാണ് എനിക്ക് അറിയത്തില്ല. എനിക്ക് ടെക്നിക്കലി കറക്റ്റ് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരാൾക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാനും അങ്ങനെ കേട്ടിട്ടുള്ളൂ, അങ്ങനെയുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നൊക്കെ ആദ്യത്തിൽ കാണുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ വെക്കേഷൻ മൂഡ് പോയതുകൊണ്ട് ഞാൻ മറ്റേ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചില്ല് നടക്കുന്നു. ബിക്കോസ് നമ്മൾ പെയ്ഡ് ആണ്, ജോലിക്ക് പോകണ്ട, ഭക്ഷണമുണ്ട്, നല്ല താമസം, രാജകീയമായ താമസം, പെർ ഡേ പേയ്മെന്റ് ഉണ്ട്. അത് ഞാൻ കാർഡ് വീട്ടുകാർക്ക് കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. സോ ഇഫ് ദേ ഹാവ് എൻ എമർജൻസി ദേ ക്യാൻ യൂസ് ദ മണി. ഐ ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ലൈക്ക് കാശിനും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചെങ്കിൽ പ്രത്യേകിച്ച് കിട്ടിയൊന്നുമില്ല, മക്കളില്ല, ജോലി വരെ ഉള്ള ജോലി വരെ കളഞ്ഞല്ലോ, അതുമില്ല, ടെൻഷൻ അടിക്കാനോ ഒന്നുമില്ല. ഞാൻ അതുകൊണ്ട് ഐ വാസ് ലൈക്ക് മോർ ചിൽഡ് ആൻഡ് കൂൾ അവിടെ. സോ ഞാൻ ആക്ച്വലി ഒരു പെയ്ഡ് വെക്കേഷന് പോയ ഒരു വൈബിലാണ് ഞാൻ പോയത്. സോ ഈ കഴിഞ്ഞ ഇത്രയും സീസണിൽ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയതാരാ? വെൽ പ്ലേഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചോദിച്ചാല് അഖിൽ മാറാറുണ്ടത്. ബിക്കോസ് അയാൾ പുള്ളിക്കാരുടെ സ്റ്റേറ്റ്മെന്റ്സും കുറെ കാര്യങ്ങളായിട്ട് ഐ ഡോണ്ട് ഐ എം നോട്ട് ഓക്കെ വിത്ത് ഇറ്റ്. ബട്ട് ഐ തിങ്ക് ആസ് എ പ്ലെയർ ഐ തിങ്ക് ഹി വാസ് ലൈക്ക് വെരി ഗുഡ്. എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനോട് വേറെ ആരെ കൊണ്ടിട്ടാലാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ബിക്കോസ് എനിക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ല. കാരണം എനിക്ക് അത്രയ്ക്കും വാക്കുകൾ കൊണ്ടുള്ള ആ സംഭവം ഇല്ല, ജനറൽ നോളജ് ഇല്ല, അല്ലാത്ത വിവരവും ഇല്ല, കുറെയൊക്കെ ഇപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ അറിയാനുള്ള ബോധം പോലും നമുക്കില്ല. വി ഡോണ്ട് നോ ഇറ്റ്സ് റൈറ്റ് ഓർ റോങ്, റൈറ്റ്? സോ വി കാൻ, നമുക്ക് അറിയാത്ത വിഷയത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. So and he's very confident in whatever he says. Okay, that's a game show, right? അപ്പം അതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഐ ഫെൽ അഖിൽ മാറാർ ആണ്. ഇപ്പോൾ ഉള്ള കറന്റ് പ്രൊഫഷൻ ഡിജെയിലേക്ക് വരാൻ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളത് എന്തായിരുന്നു? ഇൻസ്പയറിംഗോ? എൻ്റെ എന്താ പറയാ 5-6 വർഷത്തെ പാർട്ടിങ് ലൈഫ് അതായിരിക്കും. ബിക്കോസ് എൻ്റെ അടുത്ത് ഇപ്പോഴും ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ ആദ്യം ഒരു ക്ലബിൽ പോയ സമയത്ത് അവിടെ DJ കൺസോൾ ഇരിപ്പുണ്ട്, അവിടെ ഹെഡ്ഫോൺസ് ഇരിപ്പുണ്ട്. ഞാൻ എന്നിട്ട് അവിടെ കയറുന്നൊരു ഹെഡ്ഫോൺ വെച്ചിട്ട് ഐ ഹാവ് ടേക്കൺ എ പിക്ചർ ലോങ് 2015-16 കണ്ട് ഐ ഹാവ് ടേക്കൺ എ പിക്ചർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലബിങ്ങിനൊക്കെ പോവും. പിന്നെ അവിടെ ചെറിയ നമ്മൾ എല്ലാ ആഴ്ചയും പോകുന്നുണ്ട്, നമ്മൾ അറിയാം.
സോ DJs ഒക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ്. പിന്നെ കയറി നമ്മൾ അവസരം കൺസോൾ വരെ എത്തും. അവിടെ നിൽക്കും, ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ വന്നത്, ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഞങ്ങൾ നിൽക്കണ്ടേ വലിഞ്ഞു കയറി കൺസോളിൽ നിൽക്കും. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ വാസ് ഓൾവേസ് ലൈക്ക് നൈസ്. ഞാൻ എപ്പോഴും ഈ സൈഡിലായിരിക്കും ഉണ്ടാവുക, അറ്റ്ലീസ്റ്റ് മൂലയിലെങ്കിലും നിൽക്കുന്നുണ്ടാവും. പിന്നെ എന്നിട്ടോ pretend like you are DJ. ആൾക്കാർ ചോദിക്കുമല്ലോ, I have done that. They asking me, can you play this song എന്നൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മിനിറ്റ് എന്താ ഞാൻ I'm taking request. Okay, I am pretending like I am part of the group എന്നുള്ള scene. So it's like it's a kind of manifestation. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എന്താ പറയാ പാർട്ട് ഓഫ് ചുമ്മാ ജസ്റ്റ് ഹാപ്പൻഡ്. നത്തിങ് വാസ് ലൈക്ക് പ്ലാൻഡോ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തൊന്നല്ല. I have done all these things. So എനിക്ക് ഈ ഒരു സൈഡ് തിങ് വാസ് ലൈക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പണിയില്ലാണ്ട് ഇനി എന്ത് ചെയ്യും അല്ലയ്യ നേരോട്ട് നോക്കി ഇരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഒരു 2022 ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു കുറച്ച് ഡിപ്രഷൻ സ്റ്റേജ് ആയി. ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു, ചില്ലിയ ഫ്രണ്ട്സ് ഉണ്ട്, നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. കുറച്ച് മറ്റേ സാധനം വന്നു തുടങ്ങി. ഞാനിപ്പോ എന്താ ചെയ്തത്, റെന്റ് വരെ വീട്ടിൽ നിന്ന് കാശ് മേടിച്ചാൽ റെന്റ് കൊടുക്കുന്നത്. ഓക്കെ, എന്ത് ചെയ്യും എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ട്. ലൈക്ക് മര്യാദക്കുള്ള ജോലിയും കളഞ്ഞ് ഇനി തിരിച്ച് ഫ്ലൈയിങ്ങിലേക്ക് പോകാൻ ഞാൻ മറന്നുപോയി ഞാൻ എയർ ഹോസ്റ്റസ് എന്നുള്ള കാര്യം. ബിഗ് ബോസിന് ഇറങ്ങിയപ്പോ ചാടിപ്പോയി ടാറ്റു അടിച്ചു. ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ നമ്മൾ വിട്ടു വന്ന കാര്യമല്ലേ, തിരിച്ച് പോക്കുന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വേറെ പ്രതീക്ഷിച്ചല്ലേ ബിഗ് ബോസിലേക്ക് വരുന്നത്. നമ്മൾ അറിയുന്നില്ല കൊറോണ വരുന്നുണ്ട്, മറ്റേ മൊത്തത്തിൽ നമ്മൾ ഇതാവുന്നുള്ള കാര്യം. ടാറ്റു അടിച്ചപ്പോ പിന്നെ മനസ്സിലായി പോകാൻ പറ്റൂല എന്നുള്ളത്. പിന്നെ ഞാൻ അടിച്ചു ടാറ്റു. സോറി, നെയിൽപെയിനൊക്കെ പോയി ചിട്ട. സോ പറഞ്ഞു ടാറ്റു അടിച്ച പിന്നെ ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. വേറെ പണി അറിയത്തില്ലല്ലോ, ആകെപ്പാടെ ചെയ്ത ജോലി അതാണ്. പിന്നെ ഹോട്ടലും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഹോട്ടൽ ഇൻഡസ്ട്രി പറ്റൂല, ഭയങ്കര ഹെക്റ്റിക് വർക്കാണ്. ഷിഫ്റ്റ് ആണെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് വെരി ഹെക്റ്റിക്. എനിക്ക് അത്രയ്ക്ക് കഷ്ടപ്പെടാൻ വയ്യ. ഓക്കെ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ഓപ്ഷൻ വേണ്ടേ? ബിക്കോസ് കണ്ടുപിടിക്കണുണ്ട് ഇത് എന്ത് ചെയ്യും എന്നറിയാത്ത സമയത്ത് പാർട്ടിങ്ങിന് പോയി ക്ലബിങ് പോയ സമയത്ത് എൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് അന്ന് പ്ലേ ചെയ്ത് കൊച്ചിയിൽ വിഷ് എന്ന് പറഞ്ഞിട്ടുള്ള അവൻ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം പോയിട്ട് പറഞ്ഞു ലാസ്റ്റ് 1 സോങ് എനിക്ക് വേണ്ടി തമിഴ് പ്ലേ ചെയ്യുമോ. ആ സമയത്ത് മറ്റേ ദിപ്പതപ്പം ഇറങ്ങിയ സമയത്ത് ഹി പ്ലേഡ് ആൻഡ് ഹി ലെഫ്റ്റ്. സോ ഐ എം സ്റ്റാൻഡിങ് ദർ. ഞാനാണ് കൺസോൾ എന്നിട്ട് ഐ എം ഡൂയിങ് ഇറ്റ്. സോ ഐ വാസ് ലൈക്ക് അവിടെ ചെയ്തപ്പോൾ ഇവൻ ചോദിച്ചു, ചുമ്മാ എന്താ ചോദിച്ചു, നിനക്ക് എന്താ DJ ആയിക്കൂടെ എന്നുള്ള ചുമ്മാ ചോദിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഒരു ദിവസം ഇങ്ങനെ വേറെ സ്ഥലത്ത് പോയ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ചുമ്മാ റാൻഡമായിട്ട് ഷീ ഓൾസോ സെഡ് ദാറ്റ് തിങ്, DJ ആയിക്കൂടെ എന്നുള്ളത്. അങ്ങനെ അത് കേട്ടപ്പോഴാണ് ഐ വാസ് ആക്ച്വലി തിങ്കിങ് ചെയ്ത് നോക്കിയാലോ. ബിക്കോസ് എൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്താ പറയാ, തുടങ്ങി പകുതിയെ വിട്ടിട്ട് പോകും. എല്ലാം അങ്ങനെ തന്നെ, എല്ലാം മറ്റേ ഇൻ ബിറ്റ്വീൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിനും ഡയറക്ഷനിൽ പോയിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഇനിഷ്യൽ മറ്റേ എക്സൈറ്റ്മെന്റ് പിന്നെ കുറച്ച് പോകെ ആകുമ്പോഴേക്കും പിന്നെ മടിയായി. പെട്ടെന്ന് ചെയ്ത് തീർത്താൽ ഓക്കെ, ഇല്ലെങ്കിൽ അത് ലാഗ് ചെയ്താൽ. സോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്. ഞാൻ കഷ്ടപ്പെട്ട് ട്യൂട്ടോറിയലൊക്കെ നോക്കി പഠിച്ച് ബുക്കൊക്കെ എടുത്ത് കൺസോളിൽ പാടമൊക്കെ വരച്ച് ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തി എങ്ങനെ തിയററ്റിക്കലി പഠിക്കുവാണ്. ഐ വോണ്ട് സീ, കാരണം എത്രത്തോളം ഇൻട്രസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് കാണണം. ഞാൻ ഇപ്പൊ പുട്ടിങ് എഫേർട്ട്, ഐ നോ ദാറ്റ് okay, finally I'm putting effort on something എന്നുള്ളത് I can feel it. So I was actually doing pretty good in learning and അപ്പോൾ എനിക്ക് തോന്നി okay, why not, let's do it something different. ഏത് ജോണർ ആണ് മെയിൻ ആയിട്ട്? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ടെക്നോ ഹൗസ് എന്ന ജോണർ. അതാണ് ഞാൻ എന്താ പറയാ, that's what I like. ഇനിഷ്യലി ചെയ്ത ഷോസ് ഒക്കെ ടെക്നോ ഹൗസ് റിലേറ്റഡ് ആണ്. ഏത് ഷോ ആയിരുന്നു ബ്രേക്ക് ത്രൂ ആയത്? എനിക്ക് സത്യം എനിക്ക് ആക്ച്വലി ഇത് കേക്ക് വോക്ക് ആയിരുന്നു, ബീങ് എ DJ എന്നുള്ള സാധനം. ഓക്കെ, പിന്നെ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഫെയിം എനിക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഷോ സാവ്യ ചേട്ടൻ തന്നെയാണ് കൊച്ചിയിലെ ഒരു താജില് ലോഞ്ച് അല്ല, പബ്ലിക്കിൽ പോയി നമുക്കൊന്ന് ചെയ്യണ്ടേ. സോ ഹി വാസ് ദെയർ. എൻ്റെ ഫ്രണ്ട്സ്, കൂടുതൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അവർ വന്നു സപ്പോർട്ടിങ്. അത് തന്നെ ഫസ്റ്റ് ചെയ്തു. അതിന്റെ പോസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആക്ച്വലി മറ്റേ മറൈൻ ഡ്രൈവിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതാണ് എൻ്റെ സെക്കൻഡ് ഷോ. ഓക്കെ, മെയിൻ ഷോ. എന്നെ ഫസ്റ്റ് എന്ന് പറയാം, കാരണം ആദ്യത്തെ ഷോയ്ക്കകത്ത് ഫ്രണ്ട്സും ഫാമിലി അങ്ങനത്തെ വലിയ എന്താ പറയാ ലിമിറ്റഡ് ക്രൗഡ് ആയിരുന്നു. ബട്ട് ദിസ് വൺ വാസ് ലൈക്ക് ആ ഗ്രൗണ്ടിലെ പരിപാടിയായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. എൻ്റെ ഫസ്റ്റ് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഞാനൊരു വരെ DJനെ സൈഡിൽ കൂടെ നിർത്തിയിട്ടുണ്ട്, ഇൻ കേസ് കയ്യിൽ നിന്ന് പോവാണെങ്കിൽ ഒന്ന് രക്ഷിക്കണേ എന്നുള്ള രീതിയിൽ. ബട്ട് ആക്ച്വലി ദാറ്റ് വെന്റ് റിയലി വെൽ. ഞാൻ വിചാരിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ എൻ്റെ ഫസ്റ്റ് ഇവന്റ് ആക്ച്വലി പോയി. ക്രൗഡ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അന്ന് ഞാൻ കുറച്ച് EDM ബേസ്ഡ് ആയിട്ടുള്ള ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഞാൻ ആ ചെയ്തൊരു റിസർച്ച് ഉണ്ടായിരുന്നുണ്ട്. കുത്തിയിരുന്ന് ഞാൻ സോങ് സെലക്ട് ചെയ്ത് ഞാൻ ചെയ്ത എഫേർട്ടിനുള്ളത് എനിക്ക് അന്ന് കിട്ടി.
ആ ക്രൗഡിന്റെ റെസ്പോൺസ് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഫീലിംഗ് ഭയങ്കര ഒരു വേറെ മൊമെന്റ്, ലൈക്ക് നമ്മളൊരു കോൺസേർട്ടിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീൽ ഇല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് എനിക്ക് ഫസ്റ്റ് ടൈം ആണല്ലോ അത്. അപ്പോൾ ദാറ്റ് വാസ് സോ ഗുഡ് ആ ഫീലിംഗ് എന്ന് പറഞ്ഞത്. ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ആരാ വർക്ക് ചെയ്തല്ലോ? അല്ല, എല്ലാവരും ഫേവറേറ്റ്സ് ആണ്. അയ്യോ, എല്ലാവരും ഫേവറേറ്റ്സ് ആണ്. ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞ പ്രശ്നമാണെന്നോ? അതെ, ബിക്കോസ് ദേ ഓൾ വെരി നൈസ് ആൻഡ് സ്വീറ്റ്. കാരണം ഞാൻ പറയാം, ലണ്ടൻ ഷോ ആണെങ്കിൽ ഞാൻ ഡാപ്സി, തിരുമാലി, തഡ്വൈസർ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പോയത്. സോ ദാറ്റ് വാസ് ലൈക്ക് എ ഫാമിലി ട്രിപ്പ് പോലെ ഞങ്ങൾ, because I am the only girl. So I was very feeling that, ഞാൻ മാത്രമേ ഉള്ളൂ, and they were like very good to me. They taking care of me. Actually I was taking care of them, അത് വേറെ. But still, they were very sweet. നമുക്ക് ഒരു എന്താ പറയാ, ഒരു വേറെ ഒരു എന്താ പറയാ, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതൊന്നും വന്നില്ലേ എന്നുള്ള സീനും അങ്ങനത്തെ ഒന്നുമില്ല. ദേ വർ ലൈക്ക് വെരി കെയറിങ് ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്, ലൈക്ക് വെരി ഫ്രണ്ട്ലി ആണ് എല്ലാവരും. പിന്നെ ഞാൻ ഡാൻസിനോട് ഞാൻ ജോലിയിൽ പോയി 1 week we were chilling there. So എല്ലാരും വെരി സ്വീറ്റ് ആണ്, ടു ബി ഓണസ്റ്റ്. നമ്മള് കണ്ടപ്പോ ലൈക്ക് ഞാൻ meet you for the first time. കുറച്ച് ജാട ഉണ്ടാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നോ ജാടാന്നൊക്കെ അല്ല, ഓൺ സ്ക്രീൻ ലുക്കിൽ ജാടുണ്ട്, പക്ഷെ വാ തുറന്നാ പോയി. ഓൺ സ്ക്രീൻ സാൻഡ്രന ആക്ച്വലി കുറച്ച് ബോൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബാക്ക് ടു ഇപ്പൊ ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുന്ന ആ ഒരു ടൈപ്പിലാണ് എവ്രി വൺ ഹാവ് സീൻ ഇറ്റ് റൈറ്റ് ഓൺ സ്ക്രീൻ, ഇവൻ വി ആർ. സോ ആസ് എ ഡോട്ടർ അല്ലെങ്കിൽ ആസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് യുവർ അനദർ ഫ്രണ്ട്, ഹൗ യു ആർ ലൈക്ക് അതർ ദാൻ ഓൺ സ്ക്രീൻ അല്ലാതെ ഓഫ് സ്ക്രീനിൽ സാൻഡ്ര എങ്ങനെയാണ്, ലൈക്ക് ഹൗ ആർ യു? സി, ഇപ്പൊ ഓൺ സ്ക്രീനെ കാണുന്നതും ഞാൻ തന്നെയാണ്. ഓക്കെ, ദാറ്റ്സ് എ പാർട്ട് ഓഫ് മീ. ലൈക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഞാൻ പണ്ട് മുതലേ ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്ന ഒരാളാണ്. ലൈക്ക് ഫ്രം മൈ 18 അല്ലെങ്കിൽ 17 years തൊട്ട് ഐ വാസ് ലിവിങ് എലോൺ. അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ട്. ലൈക്ക് വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഐ വാസ് സെപ്പറേറ്റഡ്, വിച്ച് ഇസ് വെരി ഗുഡ് തിങ്. ആക്ച്വലി അത് ഭയങ്കര എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ആ യങ് ഏജ് തന്നെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് എല്ലാം ഡീൽ ചെയ്യാനും സർവൈവ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് എനിക്ക് മുമ്പോട്ടുള്ള ലൈഫിൽ എല്ലാം പ്രിറ്റി ഈസി ആയിരുന്നു. ടു ഡീൽ വിത്ത് പീപ്പിൾ ആണെങ്കിലും ഡീൽ വിത്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ട്രാവലിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഇറ്റ് വാസ് വെരി ഈസി. സെക്കൻഡ് തോട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഐ വാസ് ലൈക്ക് പ്രിറ്റി കോൺഫിഡൻറ്റ്, വി ക്യാൻ ഡു, എന്തെങ്കിലും ചെയ്യാം, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഒരു ബോൾഡ് ആ ക്യാരക്ടറിലേക്ക് വരാനായിട്ട് എന്താ പറയുക, എൻ്റെ യങ് ഏജിൽ എന്നെ അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ മോസ്റ്റ്ലി എല്ലാവരോടും ഇപ്പോൾ സംസാരിച്ച് ക്ലോസ് ആയി കഴിഞ്ഞു. ഇപ്പം ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കില്ലേ, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ക്യാമറ ഓഫ് ആക്കി നമ്മൾ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഐ ആം സച്ച് എ ഓപ്പൺ ബുക്ക്. ഓക്കെ, അതെനിക്കറിയാം എല്ലാവരോടും നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് എന്റെ വൈദ്യുതി കള്ളത്തരം പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സത്യസന്ധയാണ്, അത് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നം, എന്റെ സത്യസന്ധതയാണ് എന്റെ പ്രശ്നം എന്നുള്ളത് എനിക്കറിയാം. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരെ സത്യസന്ധതയാണ് ഞാൻ പറഞ്ഞു. അങ്ങനത്തെ സീനുണ്ട്. ബിക്കോസ് എങ്ങനെയാ കള്ളത്തിനെ പറയാന്നുള്ളത് ആ സീനിൽ. കാരണം ഒരു കള്ളത്തിന് പറഞ്ഞാൽ അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേറെ കള്ളത്തിനൊക്കെ പറഞ്ഞു അവസാനം ഞാൻ മറന്നു എന്തെങ്കിലും ആദ്യം പറയാന്നുള്ളത്. സത്യമാണെങ്കിൽ പിന്നെ സത്യം എനിക്ക് ഓർമ്മയുണ്ടല്ലോ എന്താന്നുള്ളത്. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. സോ എന്താ പറയാ, ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഭയങ്കര സെൻസിറ്റീവ്. നോർമലി ബോൾഡ് ആയിട്ട് പുറത്ത് കാണിക്കുന്ന ആൾക്കാർ പിന്നെ വെരി ഇമോഷണൽ ആയിരിക്കും. എന്നെ ഓക്കെ ആക്കുന്നതും ടേക്കിംഗ് മീ ബാക്ക് ആസ് മീ. ആ ബോൾഡായ ഞാൻ തന്നെയാണ് ഈ എന്നെ ആ സിറ്റുവേഷനിൽ ഫോർവേഡിലേക്ക് എടുത്തുകൊണ്ട് വരുന്നത് ഞാൻ തന്നെയാണ്. സോ അതാ ഞാൻ ഭയങ്കര എല്ലാവരെ പോലെ തന്നെ ഐ എം വെരി എന്താ പറയാ, സച്ച് എ ഇന്നസെന്റ് സോളാണ് ഞാൻ. ഐ എം ആക്ച്വലി വെരി ഇന്നസെന്റ്. ഓക്കെ, എന്റെ ലുക്കും വർത്താനം മാത്രമേ ഉള്ളൂ, പക്ഷെ ശരിക്കും എന്നെ പറ്റിക്കാതെ സിമ്പിൾ ആണ് എന്നെ പറ്റിക്കുന്നത്. ആക്ച്വലി പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞാൽ നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ആണ്, അവരെങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഏജന്റ് ആയിരുന്നു ഒന്ന്. പാർട്ട് ഓഫ് ലൈഫ്. ഇല്ലാത്ത ആൾക്കാർ ഇല്ലല്ലോ ടെൻഷൻ. എന്റെ ടെൻഷൻ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ കഥ കേൾക്കുമല്ലോ. നമ്മുടെ ടെൻഷൻ നമുക്ക് ഭയങ്കര വലുതാണല്ലോ, ലൈക്ക് നമ്മുടെ പ്രോബ്ലംസ്. ബാക്കിയുള്ള ആൾക്കാരുടെ കഥയിലേക്ക് കേൾക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞ ചെരുപ്പൂരി അടിക്കും. അവൻ എന്നോട് സംസാരിക്കുന്നില്ല, ഞാൻ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നില്ല, എനിക്ക് എന്റെ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല ലൈഫിലൊക്കെ. ആ സീനൊക്കെ അപ്പൊ അവരവരുടെ കഥ മീൻസ് ലൈക്ക് വാട്ട് ദേ ഗോയിങ് ത്രൂ, അവരുടെ സർവൈവലോ അല്ലെങ്കിൽ ഫാമിലി സീൻസോ അല്ലെങ്കിൽ മാരീഡ് ലൈഫിലോ ഇങ്ങനത്തെ കഥയെല്ലാം കേൾക്കും. ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ നല്ലത്. ബിക്കോസ് എനിക്ക് അങ്ങനത്തെ എന്താ പറയാ ആ ഒരു കാറ്റഗറി ഇല്ലല്ലോ. ഫാമിലി എന്നുള്ള സാധനം ഇല്ല. ജോലി എന്റെ സ്വന്തം ജോലിയാണ്. എനിക്ക് തോന്നുമ്പോൾ പോകുന്നു, ചെല്ലുന്നു, പരിപാടി കശ പോകുന്നു, ചിൽ വർക്കാണല്ലോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലോസ്റ്റ് ഹോപ്പ്. ആ ഹോപ്പ് നഷ്ടപ്പെട്ട് പിന്നെ എന്താ പറയാ അതിന്റെ കൂടെ താല്പര്യം കൂടെ നഷ്ടപ്പെടാൻ സംശയമുണ്ട് ചെറുതായിട്ട്. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ അറിയില്ല, ഐ എം നോട്ട്. സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്
സിംഗിൾ ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെടാൻ ഇരിക്കുന്നതല്ല ആക്കപ്പെടുമ്പോ നമ്മൾ വിചാരിക്കും. പിന്നെ എനിക്കാണ് പ്രശ്നം. ഇപ്പൊ റിലേഷൻഷിപ്പ് എനിക്ക് ഉള്ള റിലേഷൻഷിപ്സ് ആണെങ്കിലും ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും എന്തേ പോകണം ബ്രേക്കപ്പ്, എന്നെ ഇങ്ങനെ എല്ലാവരും മോസ്റ്റ്ലി എന്നെ ബ്രേക്കപ്പ് ചെയ്തിട്ടാണ് പോവാറ്. ആൻഡ് ഐ എം ലൈക്ക് ഓക്കെ ബിക്കോസ് ഐ ഡോണ്ട്, ഞാൻ മോസ്റ്റ്ലി എനിക്ക് ഒരു ഫൈറ്റ് ചെയ്യാനൊന്നും തീരെ താല്പര്യമൊന്നുമില്ല. എനിക്ക് പീസ് ആണ് അത്യാവശ്യം. അതുകൊണ്ട് മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. മാക്സിമം ഞാൻ എന്താ പറയാ അവരുടെ കാര്യം ഇടപെടാൻ നിൽക്കില്ല. എനിക്ക് ദ ഫ്രീഡം, ഐ ഡോണ്ട് ലൈക്ക് തുറന്നുകൊണ്ടിരിക്കാനും അങ്ങനത്തെ ഒന്നും നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർക്ക് അതാണ്, ഓവർ ഫ്രീഡം കിട്ടുമ്പോഴാണ് ഇട്ടിട്ട് പോകാൻ. ഷീസ് നോട്ട് ടോക്സിക് എന്നൊക്കെ, ഫണ്ണില്ല എന്നൊക്കെ, ഷീസ് എല്ലാത്തിനും ഓക്കെ ആന്നൊക്കെ, ഞാൻ ലേറ്റ് വരാൻ പറ്റില്ലെന്ന്. ഓക്കെ, അത് ഡിപ്പെൻസ് ഓക്കെ ഹൗ യു ഡീലിംഗ് വിത്ത് ഇറ്റ് എന്നുള്ള. ഇങ്ങോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാം. അൺനെസസറി എനിക്ക് എന്താ പറയുക കാര്യങ്ങൾക്ക് ഇടപെടാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സോ ഇവര് ഇൻ കേസ് റിലേഷൻഷിപ്പ് പോവുകയാണെങ്കിൽ ഐ ഹാവ് ഓക്കെ ബൈ എന്ന് പറഞ്ഞ് വിട്ടേക്കും. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? പോകുന്നവരെ പിടിച്ച് നിർത്തിയിട്ട് എനിക്ക് വിഷമം ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ആക്ച്വലി വെരി ഈസി ടു ലൈക്ക് വാക്ക് ഔട്ട് ഓഫ് മൈ ലൈഫ്. ഞാൻ എന്താ ആരെയും ഹോൾഡ് ചെയ്യത്തില്ല. ആരെ ഹോൾഡ് ചെയ്യുന്ന മാത്രമല്ല, നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിൽ നമ്മളൊക്കെ ഹ്യൂമൻസ് ആണ്. വി ഫീൽ ലൈക്ക് എന്നെ ഇത്രയും ഹേർട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്നെ ഇത്ര യൂട്ടിലൈസ് ചെയ്തു, അല്ലെങ്കിൽ എന്നെ ഇമോഷണലി ഇത്രയും ഇങ്ങനെ ആക്കി. സോ യു ഫീൽ ലൈക്ക് ഡൂയിങ് സംതിങ്. നോ, അറ്റ്ലീസ്റ്റ് അവന്റെ വീട്ടിലെ വിളിച്ചു പറഞ്ഞാലോ, അമ്മനെ വിളിച്ച് പറയാൻ എനിക്ക് തോന്നാറൊക്കെ ഉണ്ട്. ഐ ഫീൽ ലൈക്ക് ഞാൻ വീട്ടിൽ കളിച്ച് തന്നാലോ, സർപ്രൈസ് സർപ്രൈസ്. അതെ, ചെയ്യാൻ ചെറുതായി തോന്നും, പക്ഷെ ഞാൻ ചെയ്യൂല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ എന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾക്കാർക്ക് വെരി സിമ്പിൾ ആണ്. അവർക്ക് ഈസിയാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോലും പോകുന്നില്ല. വിളിച്ചാൽ തെറി പോലും പറയൂല. അതാണ് പ്രശ്നം. ഇമോഷണലിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പറയുമായിരിക്കും. അല്ലാണ്ട് ഒരു അഗ്രസീവ് സാധനങ്ങളോ അല്ലെങ്കിൽ റിവെഞ്ച് സാധനങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് ഐ എം റൈറ്റ്. അവർക്കുള്ളത് കർമ്മ they'll get it. ബിക്കോസ് ഞാനായിട്ട് കൊടുക്കുന്നില്ല. ഞാൻ they deserve it. Okay. എനിക്ക് സാന്ദ്രാന്ന വരുന്നത്. സാൻഡ്രോന്ന് വിളിച്ചു. എന്താണോ ഈസി കോൾ ദാറ്റ്. നോ പ്രോബ്ലം. അലക്സാൻഡ്രയ്ക്ക് ലൈക്ക് ഇപ്പൊ ഈ ഒരു ഫീൽഡില് ലൈക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുറെ ഫീമെയിൽസ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര റിസ്ക് ആണ്, ഈ ഒരു ഫീൽഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കോട്ട് അടിക്കുന്നത്. അവർക്ക് പറയാനുള്ളത് എന്താണ്? അത് എനിക്ക് സത്യം പറഞ്ഞാല് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് കൂടുതൽ ഇപ്പൊ ക്ലബ് സീൻസിൽ ഡിഫറെന്റ് ആണ്. ഇപ്പൊ അല്ലാതെ പ്രൈവറ്റ് ഷോസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പം ഡേ ടൈമിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കോളേജസ് ഉണ്ട്, അങ്ങനത്തേലൊക്കെ അതിനോ ഓക്കെയാണ്. ക്ലബ് സീൻസിൽ പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്. ഇപ്പൊ മാനേജറും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല. എനിക്ക് മാനേജർ ഇല്ല. സോ ഐ എം ഡീലിംഗ് ഇറ്റ്. ഞാൻ ഒറ്റയ്ക്ക് ക്ലബ്ബിൽ പോകുന്നുണ്ട്, ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും ഐ എം ഗോയിങ് ആൻഡ് ഡൂയിങ് ഷോസ്. ബിക്കോസ് എന്നെ അറിയാം. ഐ നോ വാട്ട് ഐ എം. എനിക്ക് എത്രത്തോളം എന്നെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കുറച്ച് എല്ലാതും റിസ്ക് ഉണ്ട്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലും ദർ ആർ പീപ്പിൾ ലൈക്ക് റെഡി ടു ഹിറ്റ് യു എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ആൾക്കാരുണ്ട് ക്ലബ്സിലാണെങ്കിലും. അപ്പം you have to take care of yourself. You have to be little bold and strong enough to react. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫീൽഡിനകത്ത്, എസ്പെഷ്യലി ഗേൾസിന് വരുമ്പോൾ. ഞാൻ പറയും എനിക്ക് കുറച്ച് പ്രിവിലേജസ് ഉണ്ട്. ഞാൻ മറ്റേ ബിഗ് ബോസിൽ ഉള്ളതുകൊണ്ട്, ആ ഫെയിം ഉള്ളതുകൊണ്ട് ആൾക്കാർ ഒരു കുറച്ച് സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ കാണുന്നതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ റെസ്പെക്ട് നമുക്ക് തരും. അതിപ്പോ ഈ ഇൻഡസ്ട്രി മാത്രമല്ല കേട്ടോ, അത് എവിടെയാണെങ്കിലും ആ ഒരു പ്രത്യേക ഒരു കൺസേൺ സംഭവം അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ. അതെനിക്ക് കുറെയൊക്കെ എന്താ പറയുക ഒരു ബ്ലെസ്സിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അതുകൊണ്ട് അഡ്വാൻറ്റേജ് എടുക്കാൻ വരുന്ന ആൾക്കാരെ നമ്പർ കുറവാണ്. അവർ ജസ്റ്റ് ഒന്ന് പേടിക്കും ഇൻ കേസ് വരുന്ന സംസാരിക്കാനാണെങ്കിൽ കൂടെ ഡയറക്റ്റ് എന്താ പറയാ ഉണ്ട് ആൾക്കാർ. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് ആ ഒരു സ്ഥലം വരുന്നത്. സോ ഈ ഡിജെയിലേക്ക് വരുമ്പോൾ യു ഹാവ് ടു ബി ലൈക്ക് എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും യു ഹാവ് ടു ബി ലൈക്ക് ടു ബി റെഡി ടു ഡീൽ വിത്ത് ദ സിറ്റുവേഷൻ. പിന്നെ തൊട്ട് പിടിച്ചുപോലെ മൂങ്ങിയിട്ട് അങ്ങനെ അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ലൈക്ക് നമ്മൾ ഇതിപ്പോ ഡിജെയിങ് മാത്രമല്ല, നമ്മൾ എല്ലാ ലൈഫിലും ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യേണ്ടത് നമുക്ക് പഠിക്കേണ്ടത് ഇതാണ്. ഞാൻ പറയാം എനിക്ക് ആക്ച്വലി ഓവർവെൽഡ് സിറ്റുവേഷൻ ആണ്. എനിക്കറിയില്ല, നമുക്കറിയില്ല, എല്ലാം ചിലപ്പോൾ കുറച്ച് ടിപ്സൊക്കെ ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടെ എക്സ്ട്രാ സ്നേഹം പിന്നെ മ്യൂസിക് എനിക്ക് കഴിയുമ്പോഴേക്കും എനിക്ക് എല്ലായിടത്തും ക്രൗഡിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള സെൽഫി എടുത്തെടുത്തെടുത്തെടുത്ത് സീനല്ലേ, ആ സീനാണ്. ബട്ട് ഐ ലൈക്ക് ടു ഡു ഇറ്റ്. ഞാൻ വരുന്ന എല്ലാവരും കൂടെ ഐ ടേക്ക് സെൽഫി. ഞാൻ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം. വെരി ക്ലോസ്, അവരെ ഒരു ഭയങ്കര ക്ലോസ് ആയിട്ട് ഞാൻ സംസാരിക്കാറ്. ഐ ലൈക്ക് ഡീലിംഗ് വിത്ത് ഇറ്റ് ബിക്കോസ് ദേ വെരി സ്വീറ്റ്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുമ്പോൾ. അപ്പൊ കേരളത്തില് ഏറ്റവും കൂടുതൽ വരുന്ന സിറ്റുവേഷൻ അതാണ്. കഴിയുമ്പോഴേക്കും
കുറെ പേരൊക്കെ അറിയാവുന്ന അലസാൻഡ്ര ചേച്ചികളും ആ ഒരു സ്നേഹം വെച്ചിട്ട് കുറെ പേര് വരും, അവർ വന്ന് സംസാരിക്കും. സോ എനിക്ക് എന്തോരം എൻക്വയറീസ് വരുന്നുണ്ടെന്ന് അറിയോ, ഞാൻ ഡയറക്റ്റ് അല്ല ഹാൻഡിൽ ചെയ്യുന്നത്. സോ എനിക്ക് ഇഷ്ടംപോലെ എൻക്വയറീസ് വരുന്നുണ്ട്. യു വോണ്ട് സ്റ്റാർട്ട് ഇപ്പൊ കേരളത്തിലാന്ന് വെച്ചോ, തന്നെ പ്രൊമോട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു ബാക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. എന്നിട്ട് ആ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് യു ഹാവ് ടു സ്ട്രഗിൾ ആക്ച്വലി. ഓക്കെ, പേയ്മെന്റ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. എനിക്ക് ആ സീൻ വന്നില്ല. ഞാൻ പിന്നെ ഉണ്ടെങ്കിൽ വരുള്ളൂ എന്നുള്ള സീൻ ഞാൻ പിടിച്ച് നിൽക്കുകയാണ്. ഏടാ അങ്ങനെയല്ല, ചില മാസത്തിന്റെ പണിയാണ് വെറുതെ ഇരിക്കുന്നത്. സീസൺ അല്ലാത്ത മാസങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സമയമൊക്കെ ഉണ്ട്. കുറഞ്ഞ പേയ്മെന്റ് വെച്ച് ഞാൻ അങ്ങനെ പിടിച്ചിരിക്കും, ഞാൻ പോവില്ല. പിന്നെ ഞാൻ വീക്കും ഇവിടെ റെന്റ് കൊടുക്കാൻ പോലും കാശില്ല. അതെങ്കിലും പോയി അതെങ്കിലും കിട്ടൂലെന്ന്. ഞാൻ എന്തോരം ഷോസ് കളഞ്ഞിട്ടുണ്ടെന്ന് അറിയോ. കുറെ ഷോസ് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. വിട്ട് കഴിയുമ്പോഴേക്കും ആയിരിക്കാം അത്രയെങ്കിൽ അത്ര അത് കിട്ടിയതെങ്കിൽ അതെങ്കിലും ഉണ്ടായിരുന്നല്ലോ. നമ്മളെ പേയ്മെന്റ് കുറച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റ് നമ്മളായിട്ട് ഇപ്പൊ ഞാൻ എന്റെ മാർക്കറ്റ് എനിക്കറിയാം, ഞാൻ സ്വന്തം ഡീൽ ചെയ്യുന്നുണ്ട്. എന്റെ മാർക്കറ്റ് ഒരുമാതിരി തടിഞ്ഞു പൊടിഞ്ഞ് അങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്ന പോലെയാണല്ലോ ഞാൻ ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ 2 കോള് 3-4 കോളൊക്കെ അടുപ്പിച്ചൊക്കെ വരുവാണെങ്കിൽ ഓരോ റേറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എനിക്ക് വായിൽ എന്ത് വരുന്നു ഇവന്റെ അനുസരിച്ച് ഞാൻ റേറ്റ് പറയും. പിന്നെ ആലോചിക്കും ഈശ്വര ആരോട് എന്ത് റേറ്റ് പറഞ്ഞ പോലെ എനിക്ക് സോ ദർ ഇസ് നോ മാനേജ്മെന്റ്. ഓക്കെ, ഞാൻ തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവസാനം എഴുതി വെക്കാൻ തുടങ്ങി ഞാൻ എത്രയാണ് പറയുന്നില്ല. കാരണം ചിലത് കോളേജ് ആയിരിക്കും, ചിലത് മറ്റേ ഇവൻറ്റ്സ് ആയിരിക്കും, വെഡിങ് ആയിരിക്കും, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിനും സെയിം റേറ്റ് അല്ല കൊടുക്കുന്നത്. സോ ഡിഫറെൻറ്റ് റേറ്റ്സ് ആയിരിക്കും. നോ പ്ലാൻസ്. ദിസ് വാസ് ലൈക്ക് ഓൾ ഓഫ് എ സഡൻ പ്ലാൻ. ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് 1 year ആയിട്ടുണ്ടായിരുന്നു ഇവിടെ. അന്ന് വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഈ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം 1 year ആയി. തോട്ടൊക്കെ കേൾക്കാം. എൻ്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ ഷാർജയിൽ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളെ കൊച്ചുണ്ട്. ദുബായ് എങ്ങനെ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ എയർ ഹോസ്റ്റസ് ആയിരുന്നു. വന്ന് മടുത്തില്ല. അവസാനം ഹോട്ടലിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാണ്ട് കിടക്കുമായിരുന്നു അവിടെ. എനിക്ക് എന്തിന് വയ്യ പോവാ എന്നൊക്കെ. ഇപ്രാവശ്യം വന്ന വലിയ എക്സൈറ്റ്മെന്റ് അങ്ങനത്തെ സാധനം കണ്ടില്ല കേട്ടോ. പണിക്ക് വന്നോണ്ടായിരിക്കും. ചില്ല് ചെയ്യാനുള്ള മൂഡല്ലല്ലോ വന്നത്. ഞങ്ങൾ എന്തൊക്കെയോ വള സംസാരിച്ചിട്ടുണ്ട്. എന്റെ സൗണ്ട് കംപ്ലീറ്റ് ഇന്ന് ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരു ഓപ്പർച്യൂണിറ്റി അലസാൻഡ്ര തന്നിട്ടില്ല. അലസാൻഡ്ര ഞങ്ങളുടെ ഫുൾ എന്റർടൈൻ ചെയ്തോണ്ടിരിക്കും. അവര് പറഞ്ഞു അവര് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ദേ വെരി ന്യൂ ടു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഐ സെഡ് ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം, ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഐ എന്റർടൈൻ യു ഗൈസ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇവർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ആക്ച്വലി ഞാൻ പറഞ്ഞേ നമ്മൾ കുറച്ച് ഞാൻ ഡിസ്റ്റർബ് എന്റെ സൗണ്ടിനും മറ്റേ ചുമ, എൻ്റെ കൂട്ട ചുമ. ബട്ട് അതിന് വി ആർ വെരി താങ്ക്ഫുൾ. ചന്ദ്ര വയ്യാണ്ടായിട്ടും വയ്യായിട്ടല്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞ എനിക്ക് വയ്യാന്നുള്ള കാര്യം. ഐ ഡി ന്യൂ. രാത്രിയല്ലേ, രാവിലെ 5 മണിക്കാണ് ഉറങ്ങിയത്. വർത്താനം പറഞ്ഞിട്ട്, കാരണം കുറെ കാലം കണ്ടിട്ട് ഫ്രണ്ടിനെ. അപ്പൊ അവളോട് കഥയെല്ലാം പറഞ്ഞു നേരം വിളിച്ചു. 5 മണി നോക്കുമ്പോൾ 5 മണിയായി. അങ്ങനെയാണ് ഉറങ്ങുന്നത്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് എത്ര മണിയായി, കഥ 10 മണി 11 എന്നല്ലേ പറഞ്ഞത്. ചാടി എഴുന്നേക്കുമ്പോൾ തന്നെ 10:15. ഐ വാസ് ലൈക്ക്, അപ്പോഴാണ് ചുമ. ഞാൻ 2 സ്റ്റെപ്സും മറ്റേ വിക്സ് ഒക്കെ. ഓഫ് കോഴ്സ് ഐ കമ്മിറ്റഡ്. നോ. സോ സാൻഡ്ര, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. വയ്യാതിരുന്നിട്ടും ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. young and fresh. We wish you very successful life ahead. ഇനി വരുന്ന ഷോ ആണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാവട്ടെ എന്ന് വി ആർ വിഷിംഗ് യു ബിഹാഫ് ഓഫ് ചിൽപ്പിൽ ടോക്സ്. ആൻഡ് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറഞ്ഞേക്കാം. ഇവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനും സബ്സ്ക്രൈബ് ചെയ്യാം ഇവരെ. അതിന് കൂടെ വേണം എന്റെ ചാനൽ വെറുതെ ചെയ്തു വെച്ചത്. ആൻഡ് ഈവൻ ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം. നിങ്ങളൊക്കെ അടിപൊളിയാണ്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ടു യു ഗൈസ് ഓൾസോ. ഇൻ നെക്സ്റ്റ് ടൈം ഞാൻ ചിലപ്പോൾ 1 year കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അല്ല അഗെയിൻ കം ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ മറ്റേ സിൽവർ ബട്ടണൊക്കെ വെച്ചിട്ട് മാനിഫെസ്റ്റിംഗ് കൗച്ച്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. ടിക്കറ്റ് മിസ് അയച്ചത് ഞാൻ വരാന്നൊക്കെ. സിൽവർ കിട്ടുമ്പോൾ വിളിച്ചാൽ മതി. സിൽവർ ബട്ടൺ കിട്ടുമ്പോൾ ഇൻഷാല്ലാ നമുക്ക്. സോ യാ, സ്പെഷ്യൽ താങ്ക്സ് ടു മാനിക്ക. നമ്മുടെ മാനിക്ക ആണ് അലക്സാൻഡ്രേനെ നമുക്കിവിടെ ഇന്നൊരു ദിവസത്തേക്ക് കൊണ്ടുവന്നു. താങ്ക് യു.